നമസ്കാരം. ടീം ഇന്ത്യയിൽ തന്നെ സീറ്റ് ഉറപ്പിക്കുന്ന മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ കേരളം വിടാൻ ഒരുങ്ങുകയാണ് എന്ന പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ തമിഴ്നാട് ടീമിലേക്ക് അദ്ദേഹം ചേക്കേറിയേക്കുമെന്ന പോസ്റ്റ് ആരാധകരെയും ശരിക്കും ഞെട്ടിച്ചിരിക്കുകയാണ്. ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ നടക്കുന്ന പ്രധാന ടൂർണമെന്റായ വിജയ് ഹസാര ട്രോഫിയിൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വയനാട്ടിൽ നടന്ന കേരള ടീമിന്റെ ക്യാമ്പിൽ പങ്കെടുത്തില്ല എന്ന കാരണത്താലാണ് അദ്ദേഹത്തെ ഒഴിവാക്കിയതെന്നാണ് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചത്. ഈ അവഗണനയെ തുടർന്നാണ് സഞ്ജു ഇപ്പോൾ കേരളം വിടാൻ ആലോചിക്കുന്നതെന്നാണ് അഭ്യൂഹങ്ങൾ. സെർജിയോ എന്ന എക്സ് അക്കൗണ്ടിൽ നിന്നാണ് ആരാധകരെ ഞെട്ടിച്ച പോസ്റ്റ് വന്നിട്ടുള്ളത്. ലോകമെമ്പാടുമുള്ള സഞ്ജു സാംസന്റെ ആരാധകരെ മാത്രമല്ല മലയാളികളെയും ഈ പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ സ്തബ്ധരാക്കി. തമിഴ്നാട് ക്രിക്കറ്റ് ടീമിലേക്ക് മാറാൻ സഞ്ജു സാംസൺ പ്ലാൻ ചെയ്യുകയാണെന്നായിരുന്നു സെർജിയോ എന്ന അക്കൗണ്ടിൽ നിന്നുള്ള പോസ്റ്റ്. വളരെ വേഗത്തിൽ ഇത് ആരാധകർക്കിടയിൽ കത്തിക്കയറുകയും ചെയ്തു. പലരും പോസ്റ്റിനു താഴെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോർത്ത് ഇന്ത്യൻ ആരാധകർ ഇതിനെ സ്വാഗതം ചെയ്തപ്പോൾ മറ്റൊരു വിഭാഗം ഫാൻസ് ഞെട്ടലാണ് രേഖപ്പെടുത്തിയത്. ഇത്തരമൊരു നീക്കം സഞ്ജു നടത്തരുതെന്ന് അവർ ആവശ്യപ്പെടുകയും ചെയ്തു. സഞ്ജു സാംസൺ കേരള ടീം വിട്ട് തമിഴ്നാട്ടിലേക്ക് മാറാനുള്ള സാധ്യത തീരെ കുറവാണെന്നതാണ് യാഥാർത്ഥ്യം. താൻ കളിക്കുന്ന ടീമിനോടും സംസ്ഥാനത്തോടും രാജ്യത്തോടുമെല്ലാം വളരെയധികം കൂറു പുലർത്തുന്നയാളാണ് അദ്ദേഹം. അതിനാൽ തന്നെ തമിഴ്നാടോ മറ്റേതെങ്കിലും സംസ്ഥാനമോ സഞ്ജുവിന് ഓഫർ നൽകിയാലും ഇത് തള്ളുമെന്ന കാര്യം ഉറപ്പാണ്. നേരത്തെ ഇന്ത്യൻ ടീമിൽ നിന്നും നിരന്തരം അവഗണന നേരിട്ടപ്പോൾ അയർലാൻഡ് ദേശീയ ടീമിൽ നിന്നും സഞ്ജുവിന് ഓഫർ വന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻസി അടക്കം അവർ വാഗ്ദാനം ചെയ്തിരുന്നു. പക്ഷെ മലയാളി താരം സ്നേഹപൂർവ്വം ഇത് നിരസിക്കുകയായിരുന്നു. കൂടാതെ IPL രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്നപ്പോഴും മറ്റു ചില വമ്പൻ ഫ്രാഞ്ചൈസികൾ സഞ്ജുവിന് മുന്നിൽ ചില ഓഫറുകളും വെച്ചിരുന്നു. പക്ഷേ ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് അദ്ദേഹം റോയൽസിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു. ഈ തരത്തിലുള്ള സഞ്ജു ഒരിക്കലും കേരള ടീം വിട്ട് മറ്റൊരു ടീമിലേക്ക് മാറില്ലെന്ന് ഉറപ്പാണ്. 2011 മുതൽ ആഭ്യന്തര ക്രിക്കറ്റിൽ ടീമിനായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. രഞ്ജിയിൽ അടക്കം ടീമിനെ നയിച്ചുകൊണ്ടിരിക്കുന്നതും സഞ്ജുവാണ്. വിജയ് ഹസാരെ ട്രോഫിയിലെ ശേഷിച്ച മത്സരങ്ങൾക്കുള്ള കേരള ടീമിൽ സഞ്ജു സാംസണെ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. കാരണം ടൂർണമെന്റിലെ ഇനിയുള്ള മത്സരങ്ങളിൽ കേരളത്തിനായി കളിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞതായി KCA വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് KCA സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുന്നത്. അടുത്തിടെ സമാപിച്ച സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി T20 ടൂർണമെന്റിൽ കേരള ടീമിനെ നയിച്ചത് സഞ്ജുവായിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിലെ 6 മത്സരങ്ങളിൽ അദ്ദേഹം കളിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കേരള ടീം നോക്കൌട്ടിലെത്താതെ പുറത്താവുകയായിരുന്നു. അതിനുശേഷം സഞ്ജുവിന്റെ കാലിൽ പരിക്കേറ്റിരുന്നതായും ഇതേ തുടർന്ന് വയനാട്ടിലെ ക്യാമ്പിൽ നിന്നും പിന്മാറിയതെന്നുമാണ് വിവരം.